ഭയങ്കര ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊടുത്തിട്ടേ പറ്റുള്ളൂ. ചേട്ടാ അവനും പിള്ളേരും അവിടെ ഇരിപ്പുണ്ട്. മക്കളെ അയ്യോ അമ്മ എന്തിയാ അപ്പൂപ്പ? അമ്മ എപ്പോഴാ വന്നേ? മോള് വിഷമിക്കണ്ട കേട്ടോ, അമ്മയുടെ അടുത്ത് ഉടനെ കൊണ്ടുപോകാം കേട്ടോ. മോളെ കുളിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അച്ചായ. അമ്മയുടെ കാര്യം ചോദിക്കുമ്പോ അച്ചായി പറയും അമ്മ ചത്തുപോയെന്ന്. അമ്മയുടെ അടുത്ത് ഞങ്ങളെയും കൂടി കൊണ്ടുപോവാ. അതിനെ കുറിച്ച് ആലോചിക്കാനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നേ. അച്ഛനും കൊച്ചനും എന്താ ഇവിടെ നിന്ന് കളഞ്ഞേ? മക്കള് പോയിരുന്നു പഠിക്ക്. ചെല്ല് 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 ചെല്ല്. ബാ നമുക്ക് അകത്തേക്ക് പോകാം. ബാ. അല്ല, നിങ്ങൾ പിണങ്ങി ഇരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളായില്ലേ? ഇതിനൊരു അവസാനം വേണ്ടേ? മോൾക്ക് ബന്ധം തുടരുവാൻ താല്പര്യമില്ല. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. തന്നെയുമല്ല, അവൾക്ക് പല ആലോചനകളും വരുന്നുണ്ട്. പിന്നെ മക്കളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. കല്യാണത്തിന് തന്ന പണവും പണ്ടവും തിരിച്ചു തരണം. പണ്ടവും ക്യാഷും എൻ്റെ കൈവശമുണ്ട്. പിന്നെ മക്കളുടെ കാര്യം അത് കോടതി തീരുമാനിക്കട്ടെ. വേറെ പിരിയുന്ന കാര്യത്തിൽ നിനക്ക് സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ. ഒന്നോർത്താൽ അതാ നല്ലത്. ഞാൻ ആരുടെയും ജീവിതം തുലച്ചിട്ടില്ല. അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ അച്ഛാ എനിക്ക് അവളെ? കാര്യങ്ങളെല്ലാം വ്യക്തമായ സ്ഥിതിക്ക് ഇനി കോടതിയിൽ വെച്ച് കാണാം. എന്തായാലും നിങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത തിങ്കളാഴ്ച എന്റെ വിവാഹമാണ്. എന്റെ ഓഫീസിലെ ഒരു പെൺകുട്ടിയാണ് വധു. അവൾക്കും വീട്ടുകാർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഒരു ചടങ്ങുമില്ലാതെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാണ്. ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും. 10-നും 10-30 ഇടയ്ക്കാണ് മുഹൂർത്തം. നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം.